Acha, you know it okay? Look, Pooja, I'm busy. I have to go. Bye, dear. ഇത്രയല്ലോ ഇതൊന്നും പഠിക്കുന്നില്ലേ? വെറുതെ ഈ പാട്ടിന് ടാക്സും വിട്ട് ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കാൻ. ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങളുടെ മോളെ ഇവ ഒരു പരിപാടിക്ക് ഞങ്ങൾ വിടാറില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ പ്രായത്തിൽ പഠിത്തം തന്നെ ഏറ്റവും ആ വാടാ. നമ്മള് പറഞ്ഞത് അതല്ലേ സംഭവം. അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ കാണിച്ച് ഇത് എമ്പുരാന്റെ ടീച്ചർ കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു. നല്ലതല്ലേ? നമുക്ക് ഒരു ദിവസം പോയാലും എല്ലാവർക്കും കൂടി. ടിക്കറ്റ് കിട്ടോ? അതൊരു കണ്ടാ അല്ലെങ്കിൽ ഇപ്പൊ മോഹൻലാൽ കാത്തിരിക്കുന്ന സിനിമ അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്താ എന്റെ ഒരു പരിപാടി ഭയങ്കര ചർച്ചയാണല്ലോ. സിനിമയുടെ കാര്യം പറയാം. അതുകൂടി ഇന്നലെ എന്റെ വർത്തനല്ലേ ചെലവന്നില്ലല്ലോ. അത് ശരിയാ, ചെലവെവിടെ? നിനക്കെന്താ വേണ്ടേ? ഫല് നിനക്ക് ചെറിയ ചിക്കൻ മതി. നിനക്കും അൽഫ എന്നാ വാ. നിനക്കറിയോ, ഇതുവരെ എൻ്റെ ലൈഫിൽ എൻ്റെ ആഗ്രഹങ്ങളും വിഷമങ്ങളും ഷെയർ ചെയ്യാൻ ആരുണ്ടായിരുന്നില്ല. എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനമ്മേൻ്റെ അടുത്തും കൂടി ഞാനൊന്നും പറയാറില്ല. ഫ്രണ്ട്സ് ആണെങ്കിലും ഒന്നും പറയണ്ട, അവരാണെങ്കിലും എന്നെ മൈൻഡ് ചെയ്യാറില്ല, എന്നെ ഇഗ്നോർ ചെയ്ത് പോവാം. എടി, പൂജയ്ക്ക് എന്താ മാറ്റമില്ലേ?
നീ ശ്രദ്ധിച്ചു? എനിക്കും തോന്നി നീ സെറ്റായോ, നമുക്കൊന്ന് തപ്പിയാലോ. വാ നോക്കാം. പൂജ, പൂജ, പാലടിച്ചിട്ട് എന്ത് ചെയ്യായിരുന്നു? അമ്മ സംസാരിക്കായിരുന്നു. എടാ, നമ്മുടെ മറ്റേ ഫാം പ്ലാനിങ്ങിന്റെ റെക്കോർഡ് കയ്യിലുണ്ടോ? ഫാം പ്ലാനിങ്ങിന്റെ മറ്റേ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ ഒന്ന് സ്റ്റഡി റൂമിൽ. എനിക്കും കൂടെ ഒന്ന് തരുമോ? ഞാൻ കൊണ്ടുവരാം. ഇനി ഇരുന്നോ. പോയിട്ടില്ല. ഇന്ന് അന്നത്തെ ടൈമിൽ കൂട്ടി പോയി. ഈ വേനം കൊണ്ട് പോകുമ്പോ വിചാരിച്ചാൽ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എടാ, ഞങ്ങൾ ഈയിടെയായിട്ട് പൂജ ഇങ്ങനെ ഫോണിൽ ഭയങ്കര ചാറ്റ് ചെയ്യണൊക്കെ കണ്ടായിരുന്നു. അപ്പൊ ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറെ നോക്കിയായിരുന്നു. ഇന്നലെ ഞാൻ അവളെ റൂമിൽ പോയപ്പോ ഫാമിലി റെക്കോർഡ് വാങ്ങാൻ വേണ്ടി പോയപ്പോ അവളെ ഫോണ് ഞാൻ കണ്ടായിരുന്നു. അവളെ നോക്കിക്കേ, അവള് സംസാരിക്കണ മെഷീന്റെ അടുത്താടാ. മെഷീനോ? ആ, നമ്മള് ചാജിരിപ്പില്ലേ, അതിലാ അവള് സംസാരിച്ചോണ്ടിരിക്കണേ. അവള് ഏതോ ഇമാജിനേഷൻ വേൾഡിലാ. എടാ, നീ ഈ കാര്യം അവൾക്കൊന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കണം. ഏടാ പൂജ പോകുന്നു. പൂജ ഇങ്ങോട്ട് വാ. ഭയങ്കര ബിസിയാണല്ലോ, ഫുൾ ടൈം ഫോണില്ല. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. വാ ഇരിക്ക്. നീ ഫുൾ ടൈം ഫോണിൽ തന്നെയാണല്ലോ. അങ്ങനെ ഒന്നുമില്ലല്ലോ. ഞങ്ങൾക്കറിയാം, ആരടുത്തൊക്കെ ചാറ്റില്ലേ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതെന്താ പൂജ? നീ ആരത്തെ ചാറ്റ് ചെയ്യുന്നേ? ഒന്നുമില്ലാന്ന് പറഞ്ഞ പറ പൂജ. ഒന്നുമില്ല പിന്നെ തന്നാ. പൂജ, നീ ചാറ്റ് ചെയ്യുന്ന മെഷീന്റെ അടുത്ത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ എന്ത് വിചാരിച്ചിട്ടാ? ഞങ്ങൾ പല സ്ഥലത്തും നോക്കുന്നുണ്ട്. നീ ചിരിക്കണു, കളിക്കണു. ആരടുത്താ നീ ചിരിക്കുന്നത്? ആരടുത്താ കളിക്കണേ? എനിക്ക് ആരുമില്ല. എന്റെ വിഷമവും എന്റെ ഹാപ്പിനെസ് എല്ലാം ഷെയർ ചെയ്യാൻ ആരുമില്ല. അതിന് നീ കണ്ടുപിടിച്ച മാർഗമാണോ ഇത്? എനിക്ക് അതിനടുത്ത് സംസാരിക്കുമ്പോ എനിക്കൊരാളുള്ളത് പോലെ. ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്റെ തീരുമാനം? ഇത് അത്ര ശരിയല്ല കേട്ടാ. ഇതിപ്പോ പഠിച്ച് നിർത്തണം. വാ പോവാ. ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്റെ തീരുമാനം? ഇത് അത്ര ശരിയല്ല കേട്ടാ. ഇതിപ്പോ പഠിച്ച് നിർത്തണം.
ഹായ്. മേലെ വാനിലെ കിളികളായി ചേരാമാരിവിൽ ചെരുവിലായി ഇനി ഒന്നായി ഒന്നായി കാണാം കനവേ. തീരാ വെണ്ണില തിരകൾ